നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഈ വർഷത്തെ 78ാം ദിവസമായ ഇന്ന് തീയതി 18/3/2024 തിങ്കൾ, മലയാള വർഷം 1199 മീനം 5. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത: ഇന്ന് മാർച്ച് 18 അന്താരാഷ്ട്ര റീസൈക്ലിംഗ് ഡേ. എല്ലാ വർഷവും മാർച്ച് 18 ആഘോഷിക്കുന്ന ഗ്ലോബൽ റീസൈക്ലിംഗ് ദിനം നമ്മുടെ ചവറ്റുകുട്ടകളെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു റീസൈക്ലിംഗ് സംരംഭമാണ്. നമ്മൾ സാധാരണയായി വലിച്ചെറിയുന്ന ഇനങ്ങൾ പുനരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭൂമിയെയും നമ്മുടെ ജീവിതത്തെയും കൂടുതൽ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയും. കാരണം അത് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജം കുറയ്ക്കുകയും ശ്വസിക്കുന്ന ജലത്തിന്റെയും വായുവിന്റെയും ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുകയും ചെയ്യുന്നു. മുൻകാലങ്ങളിൽ നടന്ന പ്രധാന സംഭവങ്ങളുടെ വാർഷിക വിവരങ്ങൾ. 1922 മാർച്ച് 18 ഇന്ത്യയിൽ മോഹൻദാസ് ഗാന്ധി നിയമലംഘനത്തിന് 6 വർഷത്തെ തടവിന് ബ്രിട്ടീഷ് സർക്കാർ ശിക്ഷിച്ചു. 1988 മാർച്ച് 18 ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിച്ചു. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ ഒരു സൂര്യഗ്രഹണം സംഭവിക്കുന്നു. അതുവഴി ഭൂമിയിലെ ഒരു കാഴ്ചക്കാരന് സൂര്യന്റെ ചിത്രം പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കുന്നു. ചന്ദ്രന്റെ പ്രത്യക്ഷ വ്യാസം സൂര്യന്റെ വ്യാസത്തേക്കാൾ വലുതായിരിക്കുമ്പോൾ എല്ലാ നേരിട്ടുള്ള സൂര്യപ്രകാശത്തെയും തടയുകയും പകലിനെ ഇരുട്ടാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നു. ഇന്തോനേഷ്യയിലും തെക്കൻ ഫിലിപ്പീൻസിലും സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായിരുന്നു. നമ്മുടെ സുന്ദര ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ രസകരമായ വസ്തുതകൾ. അത്ഭുതങ്ങളുടെ കലവറയാണ് സൂര്യൻ. ഭൂമി ഉൾപ്പെടുന്ന നിരവധി ഗ്രഹങ്ങളുള്ള സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ എന്ന നക്ഷത്രം. ഏതാണ്ട് 13,92,684 കിലോമീറ്ററാണ് സൂര്യന്റെ വ്യാസം. ഇത് ഭൂമിയുടെ വ്യാസത്തിന്റെ 109 മടങ്ങ് വലിപ്പം വരും. സൗരയൂഥത്തിന്റെ ആകെ പിണ്ഡത്തിന്റെ 99.86% സൂര്യനിലാണ്. ഇത് ഭൂമിയുടെ പിണ്ഡത്തിന്റെ 3,30,000 മടങ്ങ് വരും. പിണ്ഡത്തിന്റെ ബാക്കി വരുന്ന ഭാഗം ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ഉൽക്കകൾ, ധൂമകേതുക്കൾ, ധൂളികൾ എന്നിവയിലാണ്. സൗരപിണ്ഡത്തിന്റെ 4/3 ഭാഗവും ഹൈഡ്രജനാണ്. ബാക്കിയുള്ളതിൽ ഭൂരിഭാഗവും ഹീലിയവുമാണ്. 2% താഴെ ഇരുമ്പ്, ഓക്സിജൻ, കാർബൺ, നിയോൺ എന്നിവയടക്കമുള്ള മറ്റു മൂലകങ്ങൾ വരുന്നുള്ളൂ. സൂര്യൻ എന്ന അത്ഭുത നക്ഷത്രത്തെക്കുറിച്ച് ഇനിയും അനേകം വിവരങ്ങളുണ്ട്. അത് ഒരു വീഡിയോയായി ചെയ്യുന്നതായിരിക്കും. മാർച്ച് 19 നാളത്തെ പ്രധാന ഉത്സവ വിശേഷങ്ങൾ. എല്ലാ പ്രമുഖ ദേവാലയങ്ങളിലും വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാൾ. എറണാകുളം രവിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും കരുനാഗപ്പള്ളി പടയനാർകുളങ്ങര ക്ഷേത്രത്തിലും മാള ശ്രീമുകുന്ദകൃഷ്ണ ക്ഷേത്രത്തിലും ആറാട്ട്. അറിവ് എല്ലാവർക്കും. PSC ചോദ്യോത്തരങ്ങൾ. ആദ്യം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം ആര്? ഉത്തരം നീരജ് ചോപ്ര. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ. ഏത് രാജ്യവുമായി സഹകരിച്ചാണ് ഇന്ത്യ ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്? ഉത്തരം റഷ്യ. കേരളത്തിന് പിറകെ എൻഡോസൾഫാൻ നിരോധിച്ച സംസ്ഥാനം? ഉത്തരം കർണാടക. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി ഏത്? ഉത്തരം നാളത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇല്ലാത്തതിനെക്കുറിച്ച് അല്ല ചിന്തിച്ചുൾക്കൊണ്ടപ്പെടേണ്ടത്, ജീവിതത്തിൽ കിട്ടിയ നല്ലതിനെക്കുറിച്ച് സന്തോഷിക്കുകയാണ് വേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സുമായി ഇനി നാളെ. നന്ദി, നമസ്കാരം.